Hello guys, welcome to market analysis video. Today 29 April Monday മാർക്കറ്റ് നല്ലൊരു റാലി തന്ന് ഇന്നലത്തെ നമ്മൾ പറഞ്ഞ ഫ്രൈഡേയുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് സെല്ലിങ് കൂടി റിക്കവറി ചെയ്ത് ഹൈ ലെവലിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ICICI ബാങ്കിൻ്റെ റിസൾട്ടാണ്. ICICI ബാങ്കിൻ്റെ റിസൾട്ട് മാത്രമല്ല, പക്ഷേ ബാങ്കിങ് സ്റ്റോക്കുകളുടെ ഒരു അതിഗംഭീരമായ റാലിയാണ് ഇന്ന് മാർക്കറ്റിൽ കണ്ടത്. പ്രധാനമായിട്ടും ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല ICICI ബാങ്ക് 4% ഇന്ന് അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. സോ മാർക്കറ്റിൽ കുറേ ദിവസത്തിന് ശേഷമാണ് നല്ലൊരു സ്ട്രോങ് ബൈയിങ് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റിയത്. എനിവേ, നമ്മൾ പറഞ്ഞ ട്രേഡിംഗ് പ്ലാനിൽ എന്തൊക്കെയാണ് വർക്കായതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. സോ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോവാം. സോ പറഞ്ഞു വന്നത്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ചെറിയൊരു സെല്ലിംഗ് സിങ് നമുക്ക് തരികയാണെങ്കിൽ നമുക്കൊരു ബൈയിങ്. ഞാൻ കഴിഞ്ഞ ഇതിൽ രണ്ട് ട്രേഡാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് സെല്ലിംഗ് സൈഡും കൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. കാരണം ഈ ഒരു ഫ്രൈഡേ ഉള്ള ഒരു ഷാർപ്പ് സെല്ലിംഗ് കണ്ടപ്പോൾ ആ സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഒരു സെല്ലിംഗ് സൈഡും ഒരു ബൈയിങ് സൈഡാണ് പറഞ്ഞത്. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു സെല്ലിംഗ്, ചെറിയൊരു സെല്ലിംഗ് ഒക്കെ കിട്ടുകയാണെങ്കിൽ, ഒരു വീക്ക്നെസ്സോടെ കൂടി ഒരു സെല്ലിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈയിങ് സൈഡ് നല്ലൊരു റാലി എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. സോ നിങ്ങൾ അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ലാസ്റ്റ് വീഡിയോ കാണുക. അതിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് വളരെ നല്ല രീതിയിൽ റാലി കിട്ടിയിട്ടുണ്ട്. സോ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നത് FIIയുടെ സെല്ലിങ്ങിനെ കുറിച്ച്. പക്ഷേ ഇന്ന് അവർ ബൈയിങ് സൈഡേക്ക് മാറിയിട്ടുണ്ട്. ഇന്ന് FIIയും അതുപോലെ DIയും ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും ബൈയിങ് ആണ് ഇന്ന് കാണിക്കുന്നത്. സോ അതൊരു പോസിറ്റീവാണ്. അത് മാത്രമല്ല, ഇതുവരെ ബാങ്ക് നിഫ്റ്റി ആയിരുന്നു നിഫ്റ്റി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തപ്പോഴൊക്കെ ബാങ്ക് നിഫ്റ്റി ആയിരുന്നു ഇതുവരെ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാതെ കുറച്ച് അണ്ടർ പെർഫോമൻസിൽ ഉണ്ടായിരുന്നത്. സോ ഇന്നത് ബാങ്ക് നിഫ്റ്റിയെ ഓവർടേക്ക് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിരുന്നു. നിഫ്റ്റി ഇനി വളരെ കുറച്ച് പോയിന്റ്സുകൾ മാത്രമേ ഉള്ളൂ ഇനി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഒന്നും കൂടി ചാർട്ട് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ലാസ്റ്റ് വീക്കിലുള്ള അതിൻ്റെ മുമ്പത്തെ വീക്കിലാണ് നിഫ്റ്റി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് നല്ലൊരു റാലി നമുക്ക് സെല്ലിംഗ് സൈഡ് കിട്ടിയത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് മാർക്കറ്റ് നല്ലൊരു റാലി തന്നു സെല്ലിംഗ് സൈഡേക്ക്. സോ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ബൈയിങ് സൈഡേക്ക് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ആണ് നമുക്ക് ഫ്രൈഡേ ഒരു അൺഎക്സ്പെക്റ്റഡ്, ഇവിടെ നിന്ന് നല്ലൊരു റാലി അപ്പ് സൈഡ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രൈഡേ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു സെല്ലിങ് നമ്മൾ കണ്ടു. സോ അത് എന്തായാലും മാർക്കറ്റ് കംപ്ലീറ്റ്ലി റിക്കവറി ആക്കിയിട്ട് ഒരു അപ്പ് സൈഡ് തന്നെ മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ എനിവേ, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീക്ക്ലി അനാലിസിസ് വീഡിയോ ഉണ്ട്. അതിൽ ഞാൻ വ്യക്തമായി പറഞ്ഞു, നിഫ്റ്റി എന്തായാലും ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാൻ ഈ വീക്കിന് സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അതുപോലെ നമുക്ക് ഈ വീക്കിലെ എക്സ്പെരിയിൽ തന്നെ നമുക്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാൻ പോസിബിളാണ്. സോ നമുക്ക് ഇനിയുള്ള ഒരു ട്രേഡ് പ്ലാൻ ഏതൊക്കെ നോക്കാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ മാർക്കറ്റ് നല്ലൊരു സ്ട്രോങ് റാലിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ നമുക്ക് ഇനി എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, മാർക്കറ്റ് കുറച്ച് ഇവിടെയൊക്കെ ഇന്ന് ക്ലോസ് ചെയ്ത അതേ ലെവലൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു സെല്ലിങ് നമ്മൾ ഫസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം മാർക്കറ്റ്, നമ്മൾ പല വീഡിയോയിലും പറഞ്ഞു, മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യില്ല. മാർക്കറ്റ് അപ്പ് സൈഡ് ആണെങ്കിലും ഡൗൺ സൈഡ് ആണെങ്കിലും നമുക്കൊരു റീട്രേസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. സോ ഇന്നത്തെ ഒരു കണ്ടിന്യൂസ് റാലി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു റീട്രേസ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ അടുത്ത മാർക്കറ്റ് സെക്ഷനിൽ കാണുകയാണെങ്കിൽ അതിൽ നമുക്കൊരു ബൈയിങ് സൈഡാണ് നമുക്ക് ഫസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് പീരീഡ് നമ്മൾ നോക്കുന്നത്, ബൈയിങ് സൈഡാണ്.
മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സെല്ലിംഗ് റീട്രേസ്, അതായത് ഇന്നത്തെ റാലിക്ക് ഒരു റീട്രേസ്മെന്റ് നടന്നിട്ട് ശേഷം ഒരു ബൈയിങ് സൈഡ് മാർക്കറ്റ് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു എൻട്രി എടുക്കാമെന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. ഇനി അതല്ല, മാർക്കറ്റ് ഇനി ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെ തന്ന് മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് പോയിട്ട് ചെറിയൊരു വീക്ക്നെസ് കാണുകയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡ് നോക്കാം. കാരണം മാർക്കറ്റ് ഒറ്റ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ സാധ്യത കുറവാണ്. ഒരു റീട്രേസ്മെന്റ് തന്നിട്ട് പിന്നെ ഒരു അപ്സൈഡിലേക്ക് ഇവിടെ ഒരു കൺസോളിഡേഷൻ ഒക്കെ നടന്ന് പിന്നെ ഒരു അപ്സൈഡിലേക്ക് നമുക്ക് മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. സോ ഇതാണ് അടുത്ത ഇതിലേക്ക് ഒരു ബൈയിങ്ങും ഒരു സെല്ലിങ്ങുമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ലോജിക്കും കൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ചുള്ള ഒരു കാര്യം, മാർക്കറ്റ് ഇപ്പോൾ ഒരു ഇലക്ഷനൊക്കെ ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് വളറ്റൈലായിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും റിസ്ക് റിവാർഡും അതൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. മാർക്കറ്റ് ചില സമയങ്ങളിൽ ഇപ്പോൾ ഫ്രൈഡേ നടന്നതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സെല്ലിങ്ങും ബൈയിങ്ങും, സോ ഇതൊക്കെ വളരെ ഒറ്റ റാലി തന്നെ പല ദിവസങ്ങളും നടക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക, ചില ദിവസം നമ്മൾ ബൈയിങ് സൈഡ് എക്സ്പെക്റ്റ് ചെയ്ത് ചിലപ്പം നല്ലൊരു റാലി ഇനി സെല്ലിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. സോ ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും നമ്മൾ സേഫ് ആക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നാളത്തെ മാർക്കറ്റ് നോക്കി നമുക്ക് വിശദമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നതെന്ന് നാളത്തെ വീഡിയോയിൽ പറയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.